യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പത്രോസിനെ മുഖ്യ അപ്പസ്തോലനായിട്ട് നിയമിക്കുന്നതിന് മുമ്പ് കർത്താവ് 3 പ്രാവശ്യം ഒരേ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? എങ്കിലെൻ്റെ ആടുകളെ മേയ്ക്കുക. അതുകൊണ്ട് മറ്റുള്ളവരുടെ മേലുള്ള എൻ്റെ അജപാലന ശുശ്രൂഷയുടെ നേതൃത്വം എന്ന് പറയുന്നത് അതിൻ്റെ പവർ ബാങ്ക് ഞാൻ ക്രിസ്തുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതിന് ഞാൻ സമയം എടുക്കണമെങ്കിൽ ഞാൻ എന്നെ കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഏറെ സ്നേഹത്തോടുകൂടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ സഭ പടുത്തുയർത്താനായിട്ട് ഞാൻ പരിശ്രമിക്കണം. അതുകൊണ്ട് എനിക്ക് എൻ്റെ മുൻപിൽ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം എനിക്കറിയാം, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തു. ദാവീദിൻ്റെ കയ്യിൽ കവണി കൊടുത്തപ്പോൾ ഗോലിയാത്ത് കളിയാക്കുക ചെയ്തത്. ഒരുപക്ഷെ ഗോലിയാത്തിനെ തൊടാൻ പോലും ദാവീദിന് കഴിയില്ലെന്ന് വിചാരിച്ചത്. കല്ല് ദാവീദിൻ്റെ ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പിറകിൽ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, ദൈവം തൻ്റെ നിയോഗങ്ങൾക്ക് പാപിയും ബലഹീനമായിട്ടുള്ള എന്നെ വിളിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് എനിക്കൊന്നുമില്ല. ഞാൻ കർത്താവിനെ സ്നേഹിക്കും. അങ്ങനെ സ്നേഹിക്കുന്ന എനിക്ക് സഭയെ പടുത്തുയർത്താനായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുള്ളൂ. ഇതേക്കുറിച്ച് അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലായി? ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിച്ച് സഭയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒപ്പം തന്നെ വിശ്വാസി സമൂഹത്തോട് പിതാവിന് എന്താണ് പറയുന്നത്? പ്രത്യേകിച്ച് സിറോ മലബാർ സഭയുടെ നിലവിലെ പ്രതിസന്ധികളൊക്കെ നോക്കുമ്പോൾ ഒരു പ്രാർത്ഥന, പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിനു വേണ്ടിയും സഭയ്ക്ക് മുഴുവനായി ഒരു പ്രാർത്ഥന ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട് പിതാവ്? പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ഉപവാസവും പ്രാർത്ഥനയും മാത്രമേ ഉള്ളൂ സഭയെ വിശുദ്ധീകരിക്കുന്നതും ശാക്തീകരിക്കുന്നതും. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിച്ചാലേ, കൂടുതൽ പരിത്യാഗങ്ങൾ ചെയ്താലേ ഒരുപക്ഷെ ദൈവം പാവപ്പെട്ട എന്നെ ഒരുപക്ഷെ ദൈവത്തിൻ്റെ കൈകൾ ഒരു ഉപകരണമാക്കാൻ സാധിക്കും. ഞാൻ എത്രയൊക്കെ പരിശ്രമിച്ചാലും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ പരിത്യാഗം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ പ്രയത്നങ്ങൾ ഫലം ചൂടാതെ പോകാം. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പ്രത്യേകം പ്രാർത്ഥിക്കണം, ഒരുപാട് തപസ് ചെയ്യണം, ഒരുപാട് പരിത്യാഗങ്ങൾ ചെയ്യണം. ആരെയും പഴിക്കുകയും ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു ഫീലിങ്. അതുകൊണ്ട് മാനസാന്തരത്തിൻ്റെ ഒരു കാലഘട്ടമാണ് നോമ്പ്. അത് കൂടുതൽ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെ ഒരു കാലഘട്ടമാക്കി മാറ്റാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തട്ടിൽ പിതാവ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിലായി പുഞ്ചിരിക്കുന്ന ജനകീയനായിട്ടുള്ള പിതാവ്. അപ്പം മേജർ ആർച്ച് ബിഷപ്പ് എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ എങ്കിൽ പോലും പഴയ തട്ടിൽ പിതാവ് തന്നെയായിരിക്കും. എനിക്ക് ഒരു മാറ്റമില്ല. എൻ്റെ ഡ്രസ്സിൻ്റെ കളറ് മാറി, വേറെ ഒന്നും മാറി, വയ്ക്കുന്ന തൊപ്പിയുടെ കളറ് മാറി, പിടിക്കുന്ന വടിയുടെ ഷേപ്പ് മാറി ഒക്കെ ഉള്ളൂ. പക്ഷേ എനിക്ക് എന്നും പറയാനുള്ളത്, അത് ദാവീദിൻ്റെ ഇടയൻ്റെ കിരീടവും ഇടയൻ്റെ വടിയുമാണ്. ദാവീദ് രാജാവായി വാഴിക്കപ്പെട്ടു. പക്ഷേ ദാവീദ് സിംഹാസനത്തിലിരുന്നപ്പോൾ ദാവീദിനെ പിശാച് വീഴ്ത്തി. അതുകൊണ്ട് എന്നെ അങ്ങനെ വീഴ്ത്താതിരിക്കാനായിട്ട് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മക്കളെ. ഈ ചിരിക്കുന്ന തട്ടിൽ പിതാവ് എന്നും സ്വസ്മരണായിട്ട് എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ അതിജീവിക്കാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. താങ്ക് യു വെരി മച്ച്.